ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ഇന്നും നല്ല അടിപൊളി മഴയായിരുന്നു കേട്ടോ നമ്മുടെ വീട്ടിൽ. അങ്ങനെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് പുട്ടും അതുപോലെ തന്നെ കൊള്ളിക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കൊള്ളിക്കിഴങ്ങൊക്കെ നമ്മുടെ തോട്ടത്തിൽ തന്നെ പറിച്ചെടുത്തു. ഒരു കടയും കൂടി ഉണ്ടായിരുന്നു പറിക്കാനായിട്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് വേഗം പോയി പറിച്ചെടുത്തിട്ട് നമ്മുടെ പുട്ടും അതുപോലെ തന്നെ കൊള്ളിക്കറിയാണ് ഇന്ന് ഉണ്ടാക്കിയത് നമ്മുടെ ഫുഡ്. അങ്ങനെ നമ്മളെല്ലാവരും പുട്ടും പഴവും അങ്ങനെയൊക്കെയല്ലേ കോമ്പിനേഷൻ ചെയ്ത് കഴിക്കില്ല. പക്ഷേ പുട്ടും കൊള്ളിയും നല്ല അടിപൊളി കോമ്പിനേഷൻ ആട്ടോ. നമുക്ക് കഴിക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് മനസ്സിലാവുക. അതുപോലെ തന്നെ കൊള്ളിക്കറിയും ദോശയും അതും നല്ലൊരു കോമ്പിനേഷനാണ്. അങ്ങനെ നമ്മുടെ വീട്ടിൽ പോച്ചതേ മഴ കാരണം എന്താ കൊടയുടെ അടിയിലിരിക്കുക കേട്ടോ. നമ്മൾ എത്ര ഓടിച്ചിട്ടും പോകുന്നില്ല, അതിൻ്റെ അടിയിൽ നിന്ന് പോകില്ല എന്ന ഭാവത്തിലാണ് അതിരിക്കുന്നത്. പിന്നെ ഉച്ചക്കേലേക്ക് വേണ്ടിയിട്ട് മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സ്മെല്ലും കൂടെ കിട്ടിയപ്പോൾ ആൾ പോവാണ്ട് അവിടെ സ്ഥിരമായി. അങ്ങനെ നമ്മുടെ മീൻ കറി അത്യാവശ്യം വറ്റിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് അത്യാവശ്യം കുറച്ച് ചാറൊക്കെ വേണം. കുറേ ചാറാരും കഴിക്കില്ലെങ്കിലും അത്യാവശ്യം ചാറ് കൂട്ടി തന്നെ അത്യാവശ്യം കഴിക്കും എല്ലാവരും. അപ്പോൾ നമ്മുടെ മീൻ കറി റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ ചീരയും അതുപോലെ തന്നെ കുറച്ച് മീൻ വറുത്തതും ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മൾ ഉച്ചയ്ക്ക് ഊണിന് വേണ്ടിയിട്ടത്. ചീരയിൽ നമ്മൾ ഇപ്പോൾ ചക്കക്കുരു ഇടലുണ്ട്, അതുപോലെ തന്നെ മീൻ്റെ വറുത്തിട്ടുണ്ട്, മീൻ കറിയും അതുപോലെ തന്നെ അച്ചാറും. ഇതായിരുന്നു കേട്ടോ ഇന്നത്തെ ലഞ്ച്. മീൻ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ ഫ്രൈ ചെയ്ത് തന്നെ എടുക്കും. എല്ലാവർക്കും ഫ്രൈ ചെയ്ത ഫിഷ് തന്നെയാണ് കൂടുതലിഷ്ടം. പിന്നെ ഊണൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് ചാമ്പയ്ക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ്. പിന്നെ മഴയൊക്കെ കാരണം അത്യാവശ്യം കുറേ കാരക്ക കൊഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അപ്പുറത്തെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അത്യാവശ്യം വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റ് കേട്ടോ. നമ്മൾ ചള്ളിലേ നമുക്ക് കുറച്ച് ഉപ്പിലിടാനൊക്കെ വിരിക്കലുണ്ട്. അച്ചാറൊക്കെ ഇട്ടേക്കാൻ നല്ലതാണ്. പിന്നെ നമ്മൾ അയിനിക്കുരു വറുക്കാൻ വന്നതാട്ടോ. നമ്മൾ കപ്പലിൻ്റെയൊക്കെ വറുക്കുന്നതിന് പകരം നമ്മൾ അയിനിക്കുരും വറുത്ത് കഴിക്കലുണ്ട്. മിക്കവരും ചെയ്യുന്നതാണ് വീട്ടിൽ. ഇങ്ങനത്തെ മരമൊക്കെ ഉള്ളവർ അത്യാവശ്യം കുരുവൊക്കെ വറുത്ത് കഴിക്കാൻ പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. പിന്നെ നമ്മുടെ സീനികതേ അത്യാവശ്യം കുറേ പൂക്കൾ മഴയത്തായാലും അത്യാവശ്യം ഉണ്ടാകുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഒരു ടോപ്പും കൂടെ ഒന്ന് സെറ്റാക്കാനുണ്ടായിരുന്നു. നമ്മുടെ ജീൻസിനൊക്കെ ഇടാൻ പറ്റുന്ന ടോപ്പാട്ടോ അത്. അത്യാവശ്യം കുറച്ച് ലൂസ് ടൈപ്പിൽ തയ്ക്കണമെന്ന് പറഞ്ഞിട്ട് തയ്ച്ചതാണ്. അത്യാവശ്യം ഫ്രണ്ടിൽ കുറച്ച് ഞെറി അങ്ങനെയൊക്കെ വരുന്നതാണ് കേട്ടോ അത്. അപ്പോൾ അതേതായാലും ഒന്ന് ഫിനിഷ് ചെയ്യാനുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഒരു ബിസ്ക്കറ്റാണത്. നമ്മുടെ മിഠായി പോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. അത് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഓറഞ്ചിൻ്റെയാണ് മേടിച്ചത്. അപ്പോൾ അതേതായാലും കഴിച്ചു. പിന്നെ കുറച്ച് മാങ്ങയും അതുപോലെ തന്നെ ക്യാരറ്റും ബീട്രൂട്ടൊക്കെ ഉണ്ടായിരുന്നു. ഉപ്പിലിട്ട് വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട്. ഇപ്രാവശ്യം നമുക്ക് അധികം മാങ്ങ മുഴുവനായിട്ട് ഉപ്പിലിട്ട് വയ്ക്കാൻ കിട്ടിയില്ല. അപ്പോൾ അത് തന്നെ ഇങ്ങനെ കുറച്ച് കട്ട് ചെയ്തൊക്കെ ഇട്ട് വയ്ക്കും. പിന്നെ കുറച്ച് വൈൻ ഉണ്ടാക്കാൻ മുന്തിരി ഉണ്ടായിരുന്നു. അപ്പോൾ മഴയൊക്കെ കാരണം ജ്യൂസ് കുടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഉണ്ടായ മുന്തിരി കുറച്ച് വൈനിട്ടൊക്കെയാണെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അതിൽ കുറച്ച് ഏലക്കയും അതുപോലെ തന്നെ ഗ്രാമ്പും പിന്നെ ശർക്കരയും ഇതാട്ടോ നമ്മളിടുന്നത്. അത്യാവശ്യം ഒരു ചെറിയ കുപ്പിയിലാണ് നമ്മൾ ഇട്ട് വയ്ക്കുന്നത്. നമ്മളല്ലെങ്കിൽ നല്ല വലിയ ഭരണിയിലാണ് ഇട്ട് വയ്ക്കുന്നത്. ഇപ്പോൾ പക്ഷേ നമുക്ക് അധികം ഇല്ല. ജ്യൂസ് അടിക്കാൻ വേണ്ടി മേടിച്ചതാണ്. പക്ഷേ അത് വേസ്റ്റ് ആക്കണ്ടെന്ന് വിചാരിച്ച് നമ്മൾ വൈൻ ഉണ്ടാക്കുന്നത് കേട്ടോ. അത്യാവശ്യം ഇട്ട് വെച്ചിട്ട് ഒരു കവറിട്ട് കെട്ടി വയ്ക്കുന്നത്. തുണിയിട്ടാണ് നമ്മൾ കെട്ടി വയ്ക്കുന്നത്. പക്ഷേ തുണിയിൽ കൂടെ പൊടിയൊക്കെ കയറുന്നുള്ള ആ ഒരു ഇത് കാരണം നമ്മൾ കവറിട്ട് കെട്ടിയതിന് ശേഷം തുണി ഉപയോഗിച്ച് കെട്ടുന്നുണ്ട്. തുണിയൊന്ന് കഴുകി ഉണക്കിയതിന് ശേഷം വേണം അതിട്ട് കെട്ടി വയ്ക്കാനായിട്ട്. കാരണം നമ്മൾ നല്ല ക്ലീനായിട്ടുള്ള തുണി ഉപയോഗിച്ചാണ് കെട്ടി വയ്ക്കുന്നില്ലെങ്കിൽ അതിൻ്റെ പൊടിയൊക്കെ നമ്മുടെ വൈനിലേക്ക് എടുക്കും. അപ്പോൾ ഇപ്പോൾ തൽക്കാലത്തിന് നമ്മൾ കവറിട്ടൊന്ന് കെട്ടി വയ്ക്കുകയാണ് കേട്ടോ. ഇനി നമുക്കൊരു 10-18 ദിവസം കഴിഞ്ഞിട്ട് നമ്മുടെ വൈൻ റെഡിയാവും. ഇതിനിടയിൽ നമ്മളൊന്ന് ഇളക്കിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം. ഇല്ലെങ്കിൽ അത് പെട്ടെന്ന് കേട് വരാനൊക്കെ ചാൻസ് ഉണ്ട്. നെല്ലിക്ക അങ്ങനെ കേട് വരില്ല, പക്ഷേ ഇത് കുറച്ച് കേട് വരാൻ ചാൻസ് ഉണ്ട്. രാത്രിക്കേലേക്ക് ഇതേ കുറച്ച് മുതിരെടുത്ത് ഉപ്പേരിയാക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ കഞ്ഞിയും കൂട്ടി കഴിക്കാമല്ലോ, മഴയൊക്കെ അല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണേ.